ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയാണെങ്കിൽ ഐസുവിന് മുൻപിൽ നിന്ന് പൊട്ടിക്കരയുക. ഈശ്വര, എൻ്റെ കിരണേട്ടന് എന്തെങ്കിലും സംഭവിക്കുമോ ഹരി സാറേ? പേടിക്കണ്ട കല്യാണി, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കെ. എന്തിനാ മോളിങ്ങനെ വിഷമിക്കുന്നേ? നല്ല പേടിയുണ്ട് ഹരി സാറേ. അല്ലെങ്കിൽ തന്നെ ഞാൻ രാവിലെ കൂടെ പറഞ്ഞതാ, എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ കാലനെയും ആങ്ങളെന്ന് പറയുന്നവനെയും പിന്നെ ആ കിരണേട്ടൻ്റെ അങ്കിളെയും ഒക്കെ പേടിക്കണമെന്ന്. എന്നിട്ടും പേടിക്കാതെ നടക്കുമായിരുന്നു കിരണേട്ടൻ. ആയുസിനൊന്നും സംഭവിക്കില്ല, അയാൾ ആ രാക്ഷസനെ കണി കണ്ടതുകൊണ്ട് ഒരു പേടിയും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അയാൾ ഒരു വൃത്തികെട്ടവനാ. എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയാൾ എൻ്റെ അച്ഛനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നല്ല നാണക്കേടുണ്ട് ഹരി സാറേ. അയാൾ അത്രയ്ക്ക് മോശമാണ്, ഭയങ്കര മോശം. എന്നെ തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കിരണേട്ടനെ കൊല്ലാൻ ശ്രമിക്കില്ല എന്ന് ആര് കണ്ടു എന്നൊക്കെ പറയുവാണ്. ഇത് കണ്ടതും എന്തായാലും പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ സംഭവിക്കാതിരിക്കില്ല. എന്തായാലും കിരൺ സാറിനൊന്നും സംഭവിക്കില്ല. മോള് പ്രാർത്ഥിക്കുക, മോളുടെ പ്രാർത്ഥന എന്നും മോളോടൊപ്പം ഉണ്ട്, കിരൺ സാറിനോടൊപ്പം. നിങ്ങൾ നല്ലവരെ ഒന്നും ദൈവം ഒന്നും ചെയ്യില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിയേട്ടൻ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം കാർത്തികയെ കണ്ടതും ജെറി ജോണിൻ്റെ മുഖമാകെ അങ്ങ് മാറി. ജെറി ജോൺ ഒരു വില്ലനെ പോലെ തുറിച്ചു നോക്കി. അതിനുശേഷം കൂളിംഗ് ഗ്ലാസ് ഇട്ട് സ്ലോ മോഷനിൽ അവിടെ നിന്നും പോയി. അതെ, അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ കാർത്തികയുടെ ആങ്ങളയായിരുന്നു. അവനൊരു പക്ക ക്രിമിനലാണ്. അവനെപ്പോലെ ഒരു ക്രിമിനൽ ഈ ലോകത്ത് വേറെയില്ല. അതെ, ചെന്നൈയിൽ ഭയങ്കര ക്രിമിനലായിട്ട് നടന്നു, ഗുണ്ടകൾ പോലും പേടിക്കുന്ന ആ മുഖം ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞ ജെറി ജോൺ എന്തിനു വേണ്ടി വേഷം മാറി കിരണിന് മുൻപിലെത്തി കിരണിനെ സ്നേഹിച്ച് കൊല്ലാനോ അല്ലെങ്കിൽ കാർത്തികയുടെ മുന്നിലെത്തി സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാനോ? എന്നാൽ കാർത്തികയ്ക്ക് ജെറി ജോൺ എന്ന് പറയുന്ന ഗംഗാപ്രസാദ് കാലനാണെങ്കിൽ കല്യാണിക്ക് ഇന്ന് അയാൾ ദൈവമാണ്, തൻ്റെ ഭർത്താവിനെ രക്ഷിച്ച ദൈവം. അങ്ങനെയുള്ളപ്പോൾ കല്യാണിക്ക് ഗംഗാപ്രസാദിനെ വെറുക്കാനോ തള്ളിപ്പറയാനോ പറ്റില്ല. ഈ സമയത്ത് കാർത്തിക അങ്ങോട്ട് വരിക. അപ്പോൾ കല്യാണി കാർത്തികയെ കാണാൻ ചേച്ചി എന്നും പറഞ്ഞ് കല്യാണി ഓടിച്ചെന്ന് കാർത്തികയെ കെട്ടിപ്പിടിക്കുക. എന്താ മോളെ, എന്താ ഇവിടെ? ഒന്നും പറയണ്ട ചേച്ചി, 5-6 ഗുണ്ടകൾ വന്ന് എൻ്റെ കിരണേട്ടനെ ആക്രമിച്ചു, കിരണേട്ടൻ്റെ തലയ്ക്കടിച്ചു. ഈശ്വര, എന്നിട്ട് എന്താ ഐസിയുല ചേച്ചി എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും ഈശ്വര, ആരാ ഇത് ചെയ്തെന്നല്ലോ ഉണ്ടോ? ഒന്നെങ്കിൽ അവൻ ആ കാലൻ എൻ്റെ അച്ഛനെന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ ആ രാഹുൽ എൻ്റെ കിരണേട്ടൻ്റെ അങ്കളെന്ന് പറയുന്നവൻ. ഇതിൽ രണ്ടിലും ആരെങ്കിലും ഒരാൾ തന്നെ ചേച്ചി എന്നൊക്കെ പറയുകയാണ്. ഈ സമയം ഈശ്വര, എന്തിനാ മോളെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കരുതെന്ന് പറഞ്ഞതല്ലേ, അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തിനാ എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ ഒന്നും സഭയെ ശരിയല്ല മോളെ. ആ വിക്രം വെറി പിടിച്ചലയുക. അങ്ങനെയുള്ളപ്പോൾ അവനെപ്പോലെ ഒരുത്തനെ നമ്മൾ പേടിച്ചേ മതിയാകും. അവനൊരു ക്രിമിനലാ. നമ്മുടെ അനിയനാണെങ്കിലും അവനെ നമ്മൾ പേടിക്കണം. ഞാനത് ആദ്യമേ പറഞ്ഞതല്ലേ. എന്നിട്ടും അസാൾട്ടായിട്ട് 2 പേരും ഇങ്ങനെ കറങ്ങി നടന്നതല്ലേ. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കിരണിനോടാണെങ്കിൽ എത്ര പറഞ്ഞാലും കേൾക്കില്ല. അന്നും ഞാൻ പറഞ്ഞതാ, ഇതുപോലെ ആക്രമണം ഉണ്ടായപ്പോൾ കിരണിനോട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കരുത്. എന്തൊരു കഷ്ടമായത്, എന്താ ഇത്, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ പുറത്തിറങ്ങി എന്നൊക്കെ പറയുകയാണ്. അതേ ചേച്ചി, എനിക്ക് നല്ല പേടിയുണ്ട്. എൻ്റെ കിരണേട്ടനൊരു ആപത്ത് സംഭവിക്കരുതായിരുന്ന എൻ്റെ പ്രാർത്ഥന. എന്നെ വേണമെങ്കിൽ ദൈവം കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ എൻ്റെ കിരണേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല എന്നും കല്യാണി കരഞ്ഞുകൊണ്ട് പറയുക. അങ്ങനെയൊന്നും സംഭവിക്കില്ല കല്യാണി. ദൈവം എന്താ ദുഷ്ടരുടെ കൂടെയാണോ? ഒരിക്കലും അല്ല, ദൈവം നല്ലവരുടെ കൂടെയാണ്. നീ ധൈര്യമായിട്ടിരിക്കുക കല്യാണി, എന്നും ദൈവം നമ്മളോടൊപ്പം ഉണ്ടാവും. നിന്റെ കിരണേട്ടന് ഒരാപത്ത് സംഭവിക്കില്ല കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക. പിന്നെ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. ഗംഗാപ്രസാദ് അവൻ ഈ നാട്ടിലെത്തിയിട്ടുണ്ട്, അവനെ സൂക്ഷിക്കണമെന്ന് പറയാനാ. എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ ചിലപ്പോൾ അവൻ ഉപദ്രവിച്ചു എന്നിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. എൻ്റെ ചേച്ചി, ആ പ്രകാശനേലും വിക്രത്തേലും ഒക്കെ വില്ലനാണോ അയാൾ എന്ന് ചോദിക്കുകയാണ്. അവരെക്കാളൊക്കെ അപ്പുറമാണവൻ. ആട്ടിൻ തോലിട്ട ചെന്നായാണവൻ. അവനെ സൂക്ഷിക്കണം കല്യാണി. ഏത് നിമിഷവും ഏത് നേരവും അവനിവിടെ എത്തും. അതുകൊണ്ട് പേടിച്ച് വേണം ജീവിക്കാൻ. അത് കേട്ടതും പേടിച്ച് നിൽക്കുന്ന കല്യാണിയോട് കാർത്തിക ചോദിക്കുക, അല്ല കിരണിനെ ഇവിടെ ആരെത്തിച്ചേ? ആക്രമണം നടക്കുമ്പോൾ കല്യാണി കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല ചേച്ചി, ഞാൻ
മറ്റൊരു സ്ഥലത്തായിരുന്നു ആക്രമണം നടന്നത്. സൈറ്റിൽ വെച്ച ആ ക്ഷേത്രത്തിൽ നിന്നും നേരെ കിരണേട്ടൻ സൈറ്റിലേക്ക് പോയത്. അവിടെ ചെന്നിട്ട് കിരണേട്ടൻ സന്തോഷത്തോടെയാണ് പ്രാർത്ഥിച്ചതും വന്നതൊക്കെ. ഒരാപത്ത് സംഭവിക്കില്ല, എല്ലാം അയാളെ മുന്നിൽ കണ്ടതോടുകൂടി അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണേട്ടൻ സൈറ്റിലേക്ക് ഒറ്റയ്ക്ക് പോയത്. അവിടെ ചെന്ന ഈ ആക്രമണം നടന്നത്. ആ സമയത്ത് ടൈല് മുറിക്കുന്ന കട്ടറുകൊണ്ട് എൻ്റെ കിരണേട്ടൻ്റെ കഴുത്തെറുക്കാനായിരുന്നു ആ തൊണ്ടികളുടെ. ആ സമയത്ത് എൻ്റെ കിരണേട്ടനെ രക്ഷിക്കാൻ ദൈവത്തെ പോലെ ഒരാളെത്തി. ആരാ വന്നത്? ആരാണെന്നൊന്നും അറിയില്ല. ജെറി ജോൺ എന്ന പേര് പറഞ്ഞത്. ഈ നാട്ടിലെ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി വന്നതാ. തിരുച്ചിയിലോ തിരുപ്പതിയിലോ എന്തൊക്കെയോ നല്ല ബിസിനസ് ഉണ്ടെന്നോ, അതുകൊണ്ട് ഇവിടെയും ബിസിനസ് പുതുക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ പറഞ്ഞതിന് ശേഷം ഇവിടെ എന്തോ 20 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ നാട്ടിൽ ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത് ഞങ്ങളാണെന്ന് അറിഞ്ഞതും ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതും. ആ സമയത്ത് കിരണേട്ടനെ അവരെ ആക്രമിക്കുന്നത് കണ്ടത്. ജെറി ജോൺ ദൈവത്തെ പോലെ വന്നില്ലായിരുന്നെങ്കിൽ അവസാനം എൻ്റെ കിരണേട്ടൻ എന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു വെച്ച് അവരെയൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു ഒരുത്തൻ പിന്നിൽ നിന്നും വന്നടിച്ചത്. ആ അടിയ എൻ്റെ കിരണേട്ടനെ തളർത്തി കളഞ്ഞത് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും വിഷമിക്കേണ്ട കല്യാണി, ഒന്നും സംഭവിക്കില്ല. എന്തായാലും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് ഒരാളെത്തിയതും അയാൾ കിരണിനെ രക്ഷിച്ചതൊക്കെ. എന്തായാലും പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുൽ ഭയങ്കര സന്തോഷത്തിലാണ്. കിരൺ അടിയേറ്റു. എടാ പ്രകാശ, നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടന്നു. കിരൺ ICUവിലാണ്. ഇനി അവന് രക്ഷയില്ല. അവനെ തോൽപ്പിക്കാൻ ഇനി നമ്മൾക്ക് പറ്റൂടാ. നമ്മുടെ ശത്രുക്കൾ വീണു തുടങ്ങി പ്രകാശ. ഇനി നമുക്കെന്നും സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും. എന്തൊരു സന്തോഷമുള്ളൊരു കാര്യമെന്ന് നടന്നിരിക്കുന്നേ. എന്തായാലും നമ്മളിത് ആഘോഷമാക്കും അങ്കളെ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ചെന്നിരുന്ന് കട്ടനൊക്കെ അടിച്ച് അവരിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. വീണു നമ്മുടെ കിരൺ വീണു. ഇനി വീഴാനുള്ളതാ കല്യാണി. അവളെ കൂടെ തീർക്കണം. എന്തൊരു അഹങ്കാരം അവൾക്ക്. അവളുടെ അഹങ്കാരം അങ്ങോട്ട് അവസാനിപ്പിക്കണം അങ്ങളെ. അവൾ കാരണം എന്തോരം വിഷമിച്ചു സരയുവിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. പാവം, ഒരുപാട് വേദനയോടെയാണ് സരയു ജീവിക്കുന്നത്. കല്യാണിയുടെ ഉയർച്ചയും കല്യാണിയുടെ ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് നല്ല സങ്കടമുണ്ട്. സത്യം പറഞ്ഞ ഈ സരയു കൺസ്ട്രക്ഷനിൽ ഇരിക്കേണ്ടത് ആരായിരുന്നു? സരയു അല്ലായിരുന്നോ? പക്ഷേ ആ കസേര പോലും തട്ടിയെടുത്തു ആ കല്യാണി. അത് ശരിയാണോ? ഒരിക്കലുമല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങളുടെ മോളെ ചതിച്ചവളെ ഇല്ലാതാക്കണം, തീർക്കണം. എടാ, കിരൺ മരിച്ചു കഴിഞ്ഞാൽ അവളിനി ചാകാതെ ചത്തോളും. കാരണം കിരണില്ലാത്തൊരു ജീവിതം അവൾക്ക് ഒരിക്കലും ഒന്ന് ചിന്തിച്ചുകൂടെ നോക്കാൻ കഴിയില്ല. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും അവളെ ഇത്രയും ഉയർത്തിയെടുത്തത് ആ കിരണ. അതുകൊണ്ട് അവൻ വീണുപോയി കഴിഞ്ഞാൽ പിന്നെ കല്യാണിയുടെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇനി ജീവിച്ചിട്ടും ചത്ത കല്യാണിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ജീവിച്ചുകൊണ്ട് ചാകുന്ന കല്യാണിയെ ഓരോ ദിവസവും കഷ്ടപ്പാട് അനുഭവിച്ചവൾ ഒരുപാട് തളർന്നു കിടക്കുന്നത് നമ്മൾ കാണും. ഒരുത്തനെ കൊല്ലുമ്പോഴല്ല, അവൻ്റെ പതനം കാണുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ഇനി ഓരോരുത്തരായിട്ട് തീരും. അതിനു മുമ്പ് എനിക്ക് ഒരുത്തനെ കൂടെ കൈകാര്യം ചെയ്യാനുണ്ട്. ആരെയാണ്? ആ ആൽബിയാണോ? അല്ല. ചന്ദ്രസേനൻ? അല്ല. അതൊക്കെ നിങ്ങളോടിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അവനും കൂടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ എൻ്റെ ഭാര്യയുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ രാഹുൽ പറയുവാണ്. ഈ സമയം സത്യങ്ങൾ അറിഞ്ഞ CS ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നതും CS-നോട് കല്യാണി, അച്ഛ കണ്ടോ അച്ഛ, എൻ്റെ കിരണേട്ടൻ്റെ കിടപ്പ് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുക. അപ്പോൾ കിരണിൻ്റെ തലയിൽ കെട്ടൊക്കെ ഇട്ട് ICUവിൽ കിടത്തിയിരിക്കുക. ഈ സമയമാണെങ്കിൽ CS, ആരാ മോളെ, ആരാ ഇത് ചെയ്തത്? വേറെ ആര്? രാഹുൽ തന്നെയായിരിക്കും. അയാളല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ കഴിയില്ല. ഗുണ്ടകൾക്ക് കാശ് കൊടുത്തിറക്കാനും മാത്രം ആ പ്രകാശിൻ്റെ കയ്യിലോ വിക്രത്തിൻ്റെ കയ്യിലോ കാശൊന്നും ഉണ്ടാവില്ല. ഗുണ്ടകളെ കാശ് കൊടുത്തിറക്കിയത് ആ രാഹുൽ തന്നെയായിരിക്കും അച്ഛാ എന്ന് പറയണം. വെറുതെ വിടില്ല ഞാൻ അവനെ. ആദ്യം എന്നെ കൊല്ലാനുള്ള പ്ലാൻ ഇട്ടു, എൻ്റെ ഭാര്യയെ കയ്യിലെടുത്ത്. രണ്ടാമത് എൻ്റെ മക്കളെ കൊല്ലാനോ? 10-25 വർഷം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടിയത് എൻ്റെ ഈ സ്വത്തുക്കളെ. അങ്ങനെയുള്ളപ്പോൾ അവർക്കൊരു പോറൽ സംഭവിച്ച അവരുടെ രോമത്തിലൊന്ന് പെട്ട ഉറപ്പായിട്ടും
അവൻ്റെ ഭാര്യയും മകളെയും ഞാൻ തീർക്കും. എനിക്കിനി മേലും കീഴൊന്നും നോക്കാനില്ല. 10-25 വർഷമാണ് എനിക്കവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഇനി ഞാൻ അവനെ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി രാഹുൽ CS നേരെ പോയത് രാഹുലിൻ്റെ വീട്ടിലേക്ക്. കോളിംഗ് ബെല്ലടിച്ചു. സരിയും വാതിൽ തുറന്നതും ശാരി CS കണ്ട് പേടിച്ചു. എന്താ ചന്ദ്രസേനൻ സാറേ? എടി എന്താണെന്ന് എന്നോടൊക്കെ ഞാൻ പറയണോടി. എൻ്റെ മോനെ തല്ലി വീഴ്ത്തി കൊല്ലാൻ നോക്കിയവനെ ഞാനേ ഒന്ന് കാണാൻ വന്നതാ. വിളിക്കടി അവനെ. ആരെ? നിന്റെ ഭർത്താവെന്ന് പറയുന്ന പരമനാറിയെ വിളിക്കടി എന്നും ചന്ദ്രസേനൻ. അയ്യോ, അങ്ങേര് ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങേർക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് എല്ലാവരെയും അവൻ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുക. കിരണിനെ മാത്രമല്ല എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, സരയുവിനെ അടിക്കാൻ നോക്കി, എല്ലാം ചെയ്തു. എൻ്റെ മുൻപിൽ അഭിനയിക്കരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ മനസ്സിൽ നിന്നോട് ഇവളോട് മാത്രമേ സ്നേഹമുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ മുൻപിൽ അഭിനയിക്കുന്നതാ. എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഞാൻ ആദ്യം കൊല്ലാൻ പോകുന്നത് ഇവളെ ആയിരിക്കും, നോക്കിക്കോ. അത് കേട്ടതും സരി പേടിച്ചു. ഞാനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല ചന്ദ്രസേനൻ സാറേ. ഞാൻ അടങ്ങി ഒതുങ്ങിയാണ് ജീവിക്കുന്നത്. എൻ്റെ മനുവേട്ടനോടൊപ്പം ഞാൻ അമേരിക്കയ്ക്ക് പോകും. ഇനി ഈ നാട്ടിലൊന്നും നിൽക്കില്ല സാറേ. നീ അമേരിക്കയ്ക്കല്ല പോകാൻ പോകുന്നത്, പരലോകത്തിലേക്കാ. നീയൊന്ന് അവനോട് പറഞ്ഞു കൊടുത്തേരെ. 10-25 വർഷം കഴിഞ്ഞിട്ടാ എനിക്ക് എൻ്റെ മക്കളെയും ഭാര്യയെയും തിരിച്ചു കിട്ടിയത്. അങ്ങനെയുള്ളപ്പോൾ അവരെ എന്നിൽ നിന്നും പറിച്ചെടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, വെച്ചേക്കില്ല ഞാൻ ഒരുത്തനെ. അവൻ്റെ രാജ്യം തന്നെ ഞാൻ ഇല്ലാതാക്കും. അവൻ്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ തുണ്ടമായി വെട്ടും. എൻ്റെ ആൾക്കാരെ കുറിച്ച് നിനക്കറിയില്ല സരയോ. നിന്നെ ഞാൻ വെറുതെ വിട്ടത് രൂപ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇല്ലായിരുന്നെങ്കിൽ അവനെയും തീർത്ത് നിന്നെയും കൊന്ന് ഇവളെയും കൊന്നിട്ട് ഞാൻ അടങ്ങി ഒതുങ്ങി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചാന്നെ, എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ. എൻ്റെ സന്തോഷം വീണ്ടും തല്ലിക്കടത്താനായിട്ട് അവൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവനോട് പറഞ്ഞേരെ നടക്കില്ല എന്ന്. ഈ ചന്ദ്രസേനനെ കുറിച്ച് ശരിക്കും അറിയില്ല, മനസ്സിലായല്ലോ എന്നൊക്കെ പറയുക. അയ്യോ സാറേ, സത്യമായിട്ടും ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾക്ക് അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് അയാൾ ഇവിടുന്ന് പോയത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ നമ്മുടെ ശാരി പറയുക. എന്താ സംഭവിച്ചതെന്ന് നിനക്കൊന്നും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാടി. ഗുണ്ടകളെ ഏർപ്പാടാക്കി വർക്ക് സൈറ്റിലേക്ക് പോയ എൻ്റെ കിരണിൻ്റെ തലയ്ക്കടിച്ച് അവനെ കൊല്ലാൻ നോക്കി. അങ്ങനെയുള്ളവനെ ഞാൻ വെറുതെ വിടണോ? വെറുതെ വിടണമെന്ന് ഈശ്വര. അയാൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എനിക്ക് നല്ല പേടിയുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സൂക്ഷിച്ചാൽ മതി. ഇവിടെ തന്നെ കത്തിയെടുത്തും കഴുത്തിന് കുത്തിപ്പിടിച്ചു നോക്കിയാൽ അയാൾ ഞങ്ങളോട് പ്രതികരിക്കുന്നത്. ആകെ മൊത്തത്തിൽ പേടിച്ച് വിറച്ചാൽ ഞങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്നത് സാറേ. നല്ല പേടിയുണ്ട്. എന്ത് ചെയ്യാനാ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് സമാധാനത്തോടെ ജീവിക്കണ്ടേ എന്നൊക്കെ പറയണം. നിനക്കൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ലടി. അത്രയ്ക്ക് പാപങ്ങളാ നീയൊക്കെ ചെയ്തു കൂട്ടിയത്. അങ്ങനെയുള്ളപ്പോൾ നിനക്കൊക്കെ ഇനി ഒരിക്കലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരിയെ ഒരുപാടിട്ട് പൊളിച്ചെടുക്കുക CS. ഞാൻ ഇനിയും വരും. ആ നാറിയോട് പറഞ്ഞേരെ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാ വെറുതെ വിടില്ല ഞാനെന്ന്, മനസ്സിലായല്ലോ എന്നും പറയുവാണ്. ഈ സമയം കിരണിന് ബോധം വന്ന വിവരം അവിടെ പ്രകാശനും വിക്രമും രാഹുലും അറിയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവന് ബോധം വന്നല്ലോ, ചത്തുപോയിക്കോളെന്ന് കരുതിയതാ. ഇതൊരു പക്ഷേ ചാകാണ്ട് അവൻ ജീവിച്ചു എന്നാണല്ലോ തോന്നുന്നത്. വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഒന്നി പഴച്ചാൽ 3 ഇനി എനിക്ക് 2 ചാൻസും കൂടിയുണ്ട്. വെറുതെ വിടില്ല ഞാൻ അവനെ. ഇന്നല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവൻ ഉറപ്പായിട്ട് തീർന്നിരിക്കും. എന്നാലും വല്ലാത്ത ജാതികളാ ആ കിരണും കല്യാണിയും. എത്ര കുത്തിയാലും ആ കുത്തിയ പാടൊക്കെ കൂടി ചേർന്ന് ജീവനോട് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അത് സത്യമായി നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശനാകെ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുക. ഈ സമയം പിന്നീട് രാഹുലിന് ഇനി ഒരിക്കലും മനസമാധാനം കൊടുക്കില്ല എന്ന് കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ് ചന്ദ്രസേനൻ. അതേപോലെ കിരണിന് ബോധം വരാൻ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തു കല്യാണിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കിരൺ കണ്ണു തുറന്നു. പക്ഷേ എന്നാലും കിരണിന് ഇനിയും ആപത്തുണ്ടാകുമെന്ന് സംശയിച്ചു നമ്മുടെ ചന്ദ്രസേനൻ ആ കടുത്ത തീരുമാനമെടുക്കുകയാണ്. ദുഷ്ടക്കൂട്ടങ്ങളുടെ വിജയം അത് സമ്മതിച്ചു കൊടുക്കില്ല താൻ. എന്തൊക്കെ സംഭവിച്ചാലും അവനിനി അടങ്ങിയിരിക്കാത്തത് കൊണ്ട് അവനെ ഉറപ്പായിട്ടും തീർക്കണം. എടാ രാഹുലെ, എൻ്റെ മകൻ്റെ തലയ്ക്കടിച്ച് നിന്റെ ഗുണ്ടകളെ വെച്ച് തന്നെ
നിന്നെ ഞാൻ കൊല്ലുവടാ. എന്തായാലും ഇനി എനിക്കൊന്നും നോക്കാനില്ല. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞാനും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നിനക്ക് കണ്ണുകടിയാണല്ലേ? അതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇനിയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. എന്തായാലും ഇനി അവനെ വെറുതെ വിടരുത്. എൻ്റെ മോൻ രാവത്ത് പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാനിനി എൻ്റെ മക്കളുടെ കൂടെ എന്നും ഉണ്ടാവണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് CS ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ കാർത്തികയാണെങ്കിൽ ജെറി ജോൺ ആരാണെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കും. അതെ, ജെറി ജോൺ ആണ് ഈ ഗംഗാപ്രസാദ്. ആ ഗംഗാപ്രസാദ് ഒരു പക്ക ക്രിമിനലാണെന്ന് അറിഞ്ഞ് നമ്മുടെ കല്യാണിക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതാണ് കാർത്തിക പേടിച്ചുകൊണ്ടിരുന്ന കാർത്തികയുടെ ആങ്ങള ജെറി ജോൺ, ഗംഗാപ്രസാദ്, രണ്ടുപേരും ഒരാൾ. എന്നാൽ ഗംഗാപ്രസാദ് എന്തിന് ജെറി ജോൺ എന്ന പേരിൽ കിരണിനെ രക്ഷിച്ചു എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക്